നിങ്ങൾ ആഗ്രഹിക്കും പോലെ ഡോക്ടറോ എഞ്ചിനീയറോ ആവാൻ മക്കളെ ഓക്സ്ഫോർഡിലേക്ക് പറഞ്ഞയച്ചോളി. കുട്ടികളുടെ വിജയത്തിൽ രക്ഷിതാക്കളുടെ ഒരേയൊരു വിശ്വാസം ഓക്സ്ഫോർഡ്. ഇനി ട്യൂഷൻ സെന്ററുകൾ തേടിയുള്ള അലച്ചിൽ നിർത്താം. ബുക്ക് യുവർ സീറ്റ്സ് ഓക്സ്ഫോർഡ്. ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അനുഫ്. മക്കളെടാ, നമ്മളിന്ന് പഠിക്കാൻ പോണത് 10ാം ക്ലാസ് ഇംഗ്ലീഷിലെ ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയറ്റിക് വേർഷൻ ആണ്. ഇത് ആക്ച്വലി ജൂലിയസ് സീസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്പീച്ച് ആണ്. ആ സ്പീച്ച് ഒരു പോയറ്റിക് വേർഷനിലാണ് അപ്ലൈ ചെയ്തതെന്ന് മാത്രം. ഈ ഒരു നാടകം, ജൂലിയസ് സീസർ എന്ന് പറഞ്ഞിട്ടുള്ള നാടകം എഴുതിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വില്യം ഷേക്സ്പിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷുകാരനായിട്ടുള്ള ഒരു മച്ചാനാണ്. ഷേക്സ്പിയർ മച്ചാന്റെ ജൂലിയസ് സീസർ എന്ന് പറഞ്ഞാൽ നല്ല കിടുക്കാച്ചി അടിപൊളി നാടകമാണ് കേട്ടോ. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ലൈബ്രറി ൊക്കെ ഇതിന്റെ തർജ്ജമ, അതായത് മലയാളം പരിഭാഷയൊക്കെ ഉണ്ടാവും, വായിച്ചു നോക്കിയാൽ നല്ല അടിപൊളിയായിരിക്കും. ഇപ്പൊ വായിക്കേണ്ട, ടൈം ഉണ്ടാകുമ്പോൾ വെക്കേഷനിലൊക്കെ വായിച്ചാൽ മതി. എന്തായാലും മക്കളെ, നമ്മുടെ പരീക്ഷയ്ക്ക് ആ നാടകത്തിലെ ചെറിയൊരു കവിതാ മോഡൽ എഴുതിയിട്ടുള്ള ഒരു സ്പീച്ച് ആണെന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു സ്പീച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ മക്കളെ, നമുക്ക് ആ നാടകത്തിലെ കഥ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കണം. അതായത് മക്കളെ, നമുക്കറിയാം റോമാ സാമ്രാജ്യം അല്ലെ, പണ്ടത്തെ റോമാ സാമ്രാജ്യമാണ് നമ്മുടെ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്നത്. ആ റോമാ സാമ്രാജ്യത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു നാടകം രചിച്ചിരിക്കുന്നത്. അപ്പൊ ആ നാടകത്തിൽ പ്രധാനമായിട്ടും 3 കഥാപാത്രങ്ങളാണത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ് നമ്മുടെ ജൂലിയസ് സീസർ. ആ പേരെന്നാളുടെ നാടകത്തിന് കൊടുത്തിരിക്കുന്നത് അല്ലെ. പിന്നെ അദ്ദേഹത്തിന്റെ എടങ്കയും വലങ്കയും എന്ന് പറയുന്ന പോലെ 2 ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു ബ്രൂട്ടസും അതുപോലെ തന്നെ മാർക്ക് ആന്റണിയും. അതിൽ ആ ബ്രൂട്ടസും മാർക്ക് ആന്റണിയുമാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു കവിതയില് അല്ലെങ്കിൽ ഈ ഒരു സ്പീച്ചില് കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അതിൽ മാർക്ക് ആന്റണി നടത്തുന്ന ഒരു പ്രസംഗമാണ് മക്കളെ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ആ പ്രസംഗം നല്ല കവിതാ ശൈലിയിലായതുകൊണ്ടാണ് ഒരു കവിത പോലെ നിങ്ങൾക്ക് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും മാർക്ക് ആന്റണിയുടെ ആ സ്പീച്ചിലേക്ക് വരുന്നതിന് മുമ്പ് ആരാണ് സീസർ, ആരാണ് ബ്രൂട്ടസ്, ആരാണ് മാർക്ക് ആന്റണി എന്നൊക്കെ നമുക്ക് വളരെ ഷോർട്ടായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് മനസ്സിലാക്കാം. സോ നമ്മുടെ റോമാ സാമ്രാജ്യത്തിലെ ഒരു രാജാവ് അല്ലെങ്കിൽ രാജാവാകാൻ പോകുന്ന ആളാണ് ജൂലിയസ് സീസർ. അപ്പൊ അവിടുത്തെ ജനങ്ങൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു ഭരണാധികാരിയാണ് നമ്മുടെ ജൂലിയസ് സീസർ. പക്ഷേ ഈ റോമാ സാമ്രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുക്കാനും ജൂലിയസ് സീസറിന് പകരം പുതിയ രാജാവായിട്ട് മാറാനും ബ്രൂട്ടസ്, ഇതിങ്ങനെയൊന്നല്ല കറക്റ്റ് കഥ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സിമ്പിളാക്കി പറഞ്ഞുതരാണ്. അപ്പൊ എന്തായാലും ജൂലിയസ് സീസറിനെ ഇല്ലാതാക്കിക്കൊണ്ട് അയാളുടെ അധികാരം പിടിച്ചെടുക്കാൻ നമ്മുടെ ബ്രൂട്ടസ് മച്ചാൻ ഒരു പൂതി. അതൊരുമാതിരി അതിമോഹമല്ല മോനെ ദിനേശ, അതിമോഹം തന്നെയാണ്. എന്തായാലും ഭയങ്കര അത്യാഗ്രഹി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രൂട്ടസ് അയാളുടെ കുറച്ച് കൂട്ടാളികളൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട്, കോൺസ്പിറേറ്റേഴ്സ് എന്നാണ് പറയുക അല്ലെ, ആ ഗൂഢാലോചന സംഘത്തിന്റെ കൂടെ ചേർന്നുകൊണ്ട് നമ്മുടെ ബ്രൂട്ടസ് സീസറിനെ ചതിച്ച് കൊല്ലുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സീസർ വേണമെങ്കിൽ ചങ്ക് പറിച്ചു കൊടുക്കും ആർക്ക്? ബ്രൂട്ടസിന് വേണമെങ്കിൽ അധികാരം തന്നെ കൊടുക്കാൻ തയ്യാറുള്ള അത്രയും സ്നേഹ മനസ്കനായിട്ടുള്ള വിശാലമായൊരു മനുഷ്യനാണ് നമ്മുടെ സീസർ. എന്നിട്ടും ആ സീസറിന്റെ അധികാരമോഹത്താൽ ബ്രൂട്ടസ് ചതിച്ചു കൊല്ലാണ്. ആത്മാർത്ഥ മിത്രത്തെ എന്ത് ചെയ്യാണ്? വഞ്ചിക്കുകയാണ് അല്ലെ. അപ്പം ഈ ഗൂഢാലോചന സംഘത്തിലെ ഓരോരുത്തരും നമ്മുടെ സീസറിനെ ഇങ്ങനെ കൊല്ലുന്ന സമയത്ത്, വെട്ടുന്ന സമയത്തും സീസറിന് വേദനിക്കുന്നില്ല. പക്ഷെ അവസാനം ആത്മാർത്ഥ സുഹൃത്തായിട്ടുള്ള ബ്രൂട്ടസിന്റെ കത്തി തന്റെ നെഞ്ചിലേക്ക് കുത്തി കയറുമ്പോൾ നമ്മുടെ സീസർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇറ്റ് ടു ബ്രൂട്ടസേ, നീയും ഇവരുടെ കൂടെ കൂടി എന്നെ കൊല്ലുകയാണടാ എന്നുള്ള. അവസാന നിമിഷവും ബ്രൂട്ടസ് തന്നെ ചതിക്കില്ല എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ സീസറിനുണ്ടായിരുന്നു. എന്തായാലും ബ്രൂട്ടസ് ചതിച്ചു, ചേറ്റയാണ് അല്ലെ. അങ്ങനെ ബ്രൂട്ടസ് എന്ത് ചെയ്തു? അധികാരമൊക്കെ കിട്ടുമെന്നുള്ള ആ ഒരു മോഹ സ്വപ്നത്തിൽ നിൽക്കുകയാണ്. പക്ഷെ പ്രശ്നം എന്താണ്? സീസർ ജനങ്ങൾക്കിടയിൽ വലിയ പേരും പ്രശസ്തിയുള്ള, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു അല്ലെ. സീസർ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ വയലന്റ് ആവും. ജനങ്ങൾ വയലന്റ് ആയി കഴിഞ്ഞാൽ സീസറിനെ കൊന്ന ബ്രൂട്ടസ് അടക്കമുള്ള ആളുകളെയൊക്കെ റോമക്കാരെ തല്ലി പഞ്ഞിക്കിട്ട് കൊല്ലും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രൂട്ടസ് വളരെ മിടുക്കനായ ഒരു പ്രാസംഗികനാണ്. അതുകൊണ്ട് ബ്രൂട്ടസ് നൈസായിട്ട് എന്ത് ചെയ്തു? സീസറിനെ കൊന്നപാടെ തന്നെ ഫ്യൂണറൽ സ്പീച്ച് പോലെ ഒരു പ്രസംഗമൊക്കെ നടത്തിങ്ങാണ്ട് നമ്മുടെ ബ്രൂട്ടസ് പറഞ്ഞു എന്ത്? സീസർ ഭയങ്കര ദുരാഗ്രഹിയാണ്, അങ്ങനെയാണ്, രാജ്യദ്രോഹിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നല്ല കാര്യമാണ് ചെയ്തത്, സീസർ കൊല്ലപ്പെടേണ്ടവരാണ് എന്നൊക്കെ വരുത്തി വെച്ചുകൊണ്ട് ബ്രൂട്ടസ് വലിയ നല്ല പിള്ളയായി ജനങ്ങൾക്കിടയിൽ വലിയ ഹീറോ ആയിട്ടൊക്കെ മാറി. ഓക്കെ, അങ്ങനെ ഹീറോ ആയിട്ട് മാറിയിട്ടുള്ള ആ ബ്രൂട്ടസനാണ് അല്ലേ. അതായത് എന്താണ്? ഭയങ്കര ചതിയനാണല്ലോ. ചതിയനായ ബ്രൂട്ടസിന്റെ യഥാർത്ഥ ചതി അല്ലെങ്കിൽ യഥാർത്ഥ മുഖം എന്താണെന്ന് ഇനി റോമക്കാർക്ക് മുന്നിൽ
തുറന്ന് കാണിച്ചു കൊടുക്കണ്ടേ? അതത്ര എളുപ്പമുള്ള കാര്യമില്ല. കാരണം റോമക്കാർക്ക് ഇപ്പം ബ്രൂട്ടസ് ഭയങ്കര ഹീറോ ആയി, ബ്രൂട്ടസ് മാന്യൻ അല്ലേ? അപ്പൊ മാന്യനായ ബ്രൂട്ടസിന്റെ ആ ഒരു ആട്ടിൻതോലിട്ട ചെന്നായ എന്നൊക്കെ പറയില്ലേ, അപ്പൊ ആ ചെന്നായയുടെ ആ രൂപം പുറത്തേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ മാർക്ക് ആന്റണി റോമക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രസംഗമാണിത്. ആ പ്രസംഗത്തിൽ വളരെ അടിപൊളിയായിട്ട് ഇടക്കിടക്ക് നമ്മുടെ ബ്രൂട്ടസിനെ ഇങ്ങനെ ട്രോളിക്കൊണ്ടല്ലേ, നമ്മൾ ഊക്കുക എന്ന് പറയില്ലേ, ന്യൂ ജനറേഷനിൽ ഊക്കുക എന്നല്ലേ പറയാ, ബ്രൂട്ടസിനെ നന്നായിട്ട് ഊക്കിക്കൊണ്ട്, ബ്രൂട്ടസ് മാന്യനാണ് പക്ഷേ അയാൾ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ ഊക്കി എന്ത് ചെയ്യാണ്, അവസാനം ജനങ്ങൾക്ക് ബ്രൂട്ടസ് ആണ് സീസറിനെ കൊന്ന, ബ്രൂട്ടസ് ആണ് യഥാർത്ഥത്തിൽ അത്യാഗ്രഹി, ബ്രൂട്ടസ് ആണ് ഈ ക്രൂരതകളൊക്കെ ചെയ്തത്, ബ്രൂട്ടസിന്റെ അതിമോഹമാണ് എന്നുള്ള രീതിയിൽ സീസറിനെ പറ്റി നല്ല കാര്യങ്ങൾ പറയാതെ പറഞ്ഞും അതുപോലെ ബ്രൂട്ടസിനെ പറ്റി വളരെ മോശമായിട്ടുള്ള ഒരു ചിത്രീകരണം ജനങ്ങൾക്കിടയിൽ കൊടുത്തുകൊണ്ടും ബ്രൂട്ടസിനെതിരായിട്ട് റോമക്കാരെ തിരിച്ചു കൊണ്ടുവരികയാണ് ആര് ചെയ്യുന്നത്, മാർക്ക് ആന്റണി. അപ്പൊ മാർക്ക് ആന്റണിയുടെ ആ സുന്ദരമായിട്ടുള്ള പ്രസംഗമാണ് മക്കളെ നിങ്ങൾക്ക് കൂടെ പഠിക്കാനുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു അപ്രീസിയേഷൻ മക്കളെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പോണത്. അപ്പൊ അപ്രീസിയേഷൻ മക്കൾ എന്തായാലും പഠിക്കണം. 4 മാർക്കിനോ 5 മാർക്കിനോ ഈ അപ്രീസിയേഷൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 99% ചോദിക്കും. അപ്പം പിന്നെ എഴുതിയെടുത്ത് പഠിക്കാം. പിന്നെ മക്കളെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉത്തരത്തിലേക്ക് കടക്കാം. ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ ഈസ് ആൻ ഹിസ്റ്റോറിക്കൽ സ്പീച്ച് ഡെലിവേർഡ് ബൈ മാർക്ക് ആന്റണി ഇൻ ദ ക്ലാസിക്കൽ പ്ലേ ജൂലിയസ് സീസർ റിട്ടൺ ബൈ പോപ്പുലർ ഇംഗ്ലീഷ് പ്ലേ റൈറ്റ് വില്യം ഷേക്സ്പിയർ. അപ്പൊ നമ്മൾ ആദ്യത്തെ സെന്റൻസ് തന്നെ എഴുത്തുകാരനെയും കഥാപാത്രം ഇതാരാണ് പറഞ്ഞെന്നുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രശസ്ത ഇംഗ്ലീഷ് നാടകൃത്തായിട്ടുള്ള വില്യം ഷേക്സ്പിയറിന്റെ ക്ലാസിക്കൽ പ്ലേ ആയിട്ടുള്ള ജൂലിയസ് സീസറിലെ മാർക്ക് ആന്റണി നടത്തിയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ സ്പീച്ച് ആണ് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ദെൻ ആഫ്റ്റർ ദ അസാസിനേഷൻ ഓഫ് ദ ജൂലിയസ് സീസർ, അപ്പൊ ജൂലിയസ് സീസറിന്റെ അസാസിനേഷൻ എന്ന് പറഞ്ഞാൽ കൊലപാതകം അല്ലെ, ഈ വലിയ വലിയ ആളുകളെ മർഡർ ചെയ്യുന്നതിനാണ് അസാസിനേഷൻ എന്ന് പറയാം. അപ്പൊ ജൂലിയസ് സീസറിന്റെ മരണത്തിന് ശേഷം ബ്രൂട്ടസ് സക്സീഡ്സ് ഇൻ കൺവിൻസിങ് ദ റോമൻ പീപ്പിൾ, റോമൻ ജനതയെ കൺവിൻസ് ചെയ്യുന്നതിൽ കൺവിൻസിങ് സ്റ്റാർ ആണ് നമ്മുടെ ബ്രൂട്ടസ് കേട്ടോ. അപ്പോ റോമക്കാരെ കൺവിൻസിൽ ബോധ്യപ്പെടുന്നില്ലേ, വൈ സീസർ വാസ് കിൽഡ് അല്ലെ, എന്തുകൊണ്ടാണ് സീസർ കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ എന്തിനാണ് സീസറിനെ കൊന്നത് എന്നുള്ളത് നമ്മുടെ ബ്രൂട്ടസ് ഒരു സ്പീച്ച് ഒക്കെ നടത്തിക്കാണ്ട് റോമക്കാരെ കൺവിൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ബ്രൂട്ടസ് സക്സീഡ്സ്, അതിൽ വിജയിച്ചു. ബ്രൂട്ടസ് റോമക്കാരെ ബോധ്യപ്പെടുന്നതിൽ വിജയിച്ചു. ദ റീസൺ ഫോർ സീസേഴ്സ് അസാസിനേഷൻ, സീസറിന്റെ കൊലപാതകത്തിന്റെ കാരണം എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതില്. പക്ഷേ ത്രൂ ഹിസ് മാസ്റ്റർ പീസ് ഒറേറ്ററി എന്ന് പറഞ്ഞാൽ സ്പീച്ച്, നല്ല ഫൈനസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി പ്രസംഗങ്ങൾക്കാണ് നമ്മൾ ഒറേറ്ററി എന്ന് പറയാം. പക്ഷേ നമ്മുടെ മാർക്ക് ആന്റണിയുടെ നല്ല മനോഹരമായിട്ടുള്ള മാസ്റ്റർ പീസ് ആയിട്ടുള്ള പ്രസംഗ ശൈലിയിലൂടെ വിൻസ്, അദ്ദേഹം ജയിച്ചു എന്തില്, ദ അറ്റൻഷൻ ഓഫ് ദ ക്രൗഡ് ആൻഡ് ടേൺസ് ദം അഗൈൻസ്റ്റ് ബ്രൂട്ടസ് ആൻഡ് അതർ കോൺസ്പിറേറ്റേഴ്സ്. അപ്പോ മറ്റ് ഗൂഢാലോചനക്കാരുടെയും അതേപോലെ തന്നെ ബ്രൂട്ടസിന്റെയും എതിരായിട്ട് റോമക്കാരെ മാറ്റിയെടുക്കുന്നതിൽ ആര് വിജയിക്കുകയാണ്, നമ്മുടെ മാർക്ക് ആന്റണി വിജയിക്കുകയാണ്. അപ്പൊ മാർക്ക് ആന്റണി നടത്തിയ പ്രസംഗമാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നതെന്ന് നോക്കട്ടോ. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫിൽ ഇത്ര എഴുതുക, ഇൻട്രൊഡക്ഷൻ, നമ്മൾ എന്താണ് കവിത അല്ലെങ്കിൽ എന്താണ് ആ ഒരു പോർഷൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതിൽ നമ്മൾ ഇതിന്റെ ഒരു സമ്മറൈസ്, മാർക്ക് ആന്റണിയുടെ സ്പീച്ചിന്റെ ഒരു സമ്മറിയാണ് കൊടുക്കുന്നത്. ശ്രദ്ധിക്കുക, ബൈ അഡ്രസ്സിംഗ് ദ പീപ്പിൾ, അതായത് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ നമ്മുടെ മാർക്ക് ആന്റണി അഭിസംബോധന ചെയ്യുന്നത്. അതാണ് പാഠത്തിന്റെ ടൈറ്റിലായിട്ട് കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാ, ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ, അതായത് മേരെ പ്യാരെ ദേശവാസിയും എന്നൊക്കെ പറയുന്ന പോലെ സുഹൃത്തുക്കളെ, റോമക്കാരെ, അതേപോലെ തന്നെ ദേശവാസികളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹത്തോടെ ആളുകൾ ഭയങ്കര ഇന്റിമസിയോട് കൂടിയിട്ടാണ് നമ്മുടെ മാർക്ക് ആന്റണി ആളുകൾ അഭിസംബോധന ചെയ്യുന്നത്. മാർക്ക് ആന്റണി ട്രൈസ് ടു ഇവോക്ക് എ സെൻസ് ഓഫ് പാട്രിയോട്ടിസം ഇൻ ദം. അപ്പൊ ജനങ്ങൾക്കിടയിൽ ഒരു പാട്രിയോട്ടിസം എന്ന് പറഞ്ഞാൽ ദേശഭക്തി, ഒരു ദേശഭക്തി അല്ലെങ്കിൽ ദേശീയത കൊണ്ടുവരുന്ന രീതിയിലാണ് നമ്മുടെ മാർക്ക് ആന്റണി എന്ത് ചെയ്യുന്നത്, തന്റെ പ്രസംഗം തുടങ്ങുന്നത് തന്നെ. അപ്പൊ ഭയങ്കര കണ്ണിങ് ആയിട്ടാണ് ജനങ്ങൾ എന്ത് ചെയ്യുന്നത്, വയലന്റ് ആയി നിൽക്കുന്നത്, അല്ലെങ്കിൽ സീസറിനോട് ദേഷ്യം പിടിച്ചു നിൽക്കുന്ന ആ ഒരു ജനങ്ങളാണ് മുന്നിലുള്ളത്. കാരണം ഇത്രയും കാലം സീസറിനെ സ്നേഹിച്ചു, പക്ഷെ ബ്രൂട്ടസിന്റെ വാക്ക് കേട്ടിട്ട് സീസർ ഭയങ്കര ചതിയനാണ്. ആ കൊല്ലപ്പെട്ട് കിടക്കുന്ന, ആ മരിച്ചു കിടക്കുന്ന സീസറിന്റെ മുന്നിൽ വെച്ച് പോലും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരിറ്റ് കണ്ണീര് പോലും ചെലവാക്കാൻ വയ്യാതെ എന്ത് ചെയ്യുക, സീസറിനോട് ഭയങ്കര ദേഷ്യം പിടിച്ച് ഇയാൾ കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന ആ മനുഷ്യരെ ഇനി എന്ത് ചെയ്യണം, സീസറിനെ സ്നേഹിക്കുന്നവരാക്കി മാറ്റണം, പകരം ബ്രൂട്ടസിനെ വെറുക്കുന്നവരാക്കി മാറ്റണം. അതിന് കുറച്ച് കണ്ണിങ് വേണം അല്ലേ. സോ ഓക്കെ, ഹി സ്റ്റാർട്ട്
സ്റ്റാർട്ട്സ് ഹിസ് സ്പീച്ച് ആസ് എ ട്രിബ്യൂട്ട് ടു സീസർ. അപ്പൊ ആദ്യം തന്നെ അദ്ദേഹം തന്നെ പ്രസംഗം തുടങ്ങുന്നത് സീസറിനുള്ള ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ്, ഒരു ബഹുമതി ആയിട്ടാണ്. ബട്ട് ഗ്രാജുവലി ഷിഫ്റ്റ് ദ ബ്ലെയിം ഫോർ ഹിസ് ഡെത്ത് ഓൺ ദ കോൺസ്പിറേറ്റേഴ്സ്. പിന്നെ പതുക്കെ അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ മരണകാരികളായിട്ടുള്ള ആ കോൺസ്പിറേറ്റേഴ്സ്, ഗൂഢാലോചനക്കാരെ കുറ്റപ്പെടുന്നതിലേക്ക് ആ സ്പീച്ചിനെ പതുക്കെ പതുക്കെ മാറ്റിക്കൊണ്ടുപോവാണ്. ഇൻ ഓർഡർ ടു കൺവിൻസ് ദ പീപ്പിൾ അബൌട്ട് ദ ബിട്രയൽ ഓഫ് ബ്രൂട്ടസ് ആൻഡ് ഹിസ് ഗാങ്, മാർക്ക് ആന്റണി യൂസസ് സം റെറ്ററിക്കൽ ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മുടെ ബ്രൂട്ടസിന്റെയും അയാളുടെ ഗാങ്ങിന്റെയും ആ ബിട്രയൽ, ചതിയെ കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മാർക്ക് ആന്റണി ചില റെറ്ററിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തു വിടുന്നുണ്ട്. അതേപോലെ റിപ്പീറ്റേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഐറണീസ് ഉപയോഗിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സ്പീച്ചില്. ദ റിപ്പീറ്റേഷൻ ഓഫ് ദ ലൈൻ ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ ഈസ് എ മാസ്റ്റർഫുൾ റെറ്ററിക്കൽ ഡിവൈസ് വിച്ച് അണ്ടർമൈൻസ് ബ്രൂട്ടസ് ക്രെഡിബിലിറ്റി ആൻഡ് ടേൺസ് ദ ക്രൗഡ് അഗെയിൻസ്റ്റ് ഹിം. അപ്പൊ മൂപ്പര് ഇടക്കിടക്ക് ഒരു റിപ്പീറ്റേഷൻ, ആവർത്തിച്ചുള്ള വാക്ക് ഉപയോഗിക്കേണ്ടത് നമ്മളെ മാർക്ക് ആന്റണി. എന്താ? ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. അതായത് ബ്രൂട്ടസിനെ കുറ്റം പറഞ്ഞിട്ട് സീസറിനെ പൊക്കിയും പറയും. എന്നിട്ട് അതിന്റെ ഇടയിൽ പുട്ടിന് തേങ്ങ മാതിരി ഇടക്കിടക്ക് മൂപ്പര് ഇങ്ങനെ പറയും. പക്ഷെ ബ്രൂട്ടസ് നല്ലവനാണ് കേട്ടോ, ബ്രൂട്ടസ് മാന്യനാണ് കേട്ടോ. അതെന്തിനാ? അപ്പൊ നമ്മൾ പറയല്ലേ, ചില ആൾക്കാരെ മുഖത്തേക്കും കണ്ട് ഇവൻ ആള് ചെറ്റയാണെന്ന് പറയും. എന്നിട്ടും പറയുന്നത് എന്നാലും കുഴപ്പമില്ല കേട്ടോ, ആള് അടിപൊളിയാണ് അല്ലെ. ഇങ്ങനെ നമ്മൾ ഊക്കി പറയുന്ന രീതിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ ഐറണി എന്നാ പറയല്ലേ, ഒരു റെറ്ററിക്കൽ ഡിവിഷൻ ആയിട്ടുള്ള ഐറണി. അതായത് ദ്വയാർത്ഥ പ്രയോഗം എന്ന് പറയും, ഉദ്ദേശം ഒന്നും പറയുന്നത് വേറൊന്നായിട്ടുള്ള ഒരു ശൈലി. അപ്പൊ അങ്ങനെയുള്ള കുറെ റിപ്പീറ്റേഷൻസ് ഇദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ആ റിപ്പീറ്റേഷൻ ഉപയോഗിക്കുന്നതിലൂടെ കൃത്യമായിട്ട് റോമക്കാർക്ക് കാര്യം മനസ്സിലാക്കാനും അതേപോലെ ബ്രൂട്ടസ് ആണ് ശരിക്കും വില്ലൻ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? നമ്മുടെ മാർക്ക് ആന്റണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ദ റിപ്പീറ്റേഷൻ ഓഫ് ദ ഫ്രേസ് ഈസ് ഓൾസോ ഐറണിക് വിച്ച് ഇംപ്ലൈസ് ദ ഓപ്പോസിറ്റ്. അതാണ് പറഞ്ഞത്, ഈ റിപ്പീറ്റേഷൻ ശരിക്കും ഒരു ഐറണിക്കാണ്. ഉദ്ദേശം പറയുന്നത് ബ്രൂട്ടസ് മാന്യനാണെന്നാണെങ്കിലും അതിന്റെ ഉദ്ദേശം മാന്യനല്ല എന്നാണ്, അതായത് ആക്കുകയാണ് അല്ലെ. ഹിയർ ഹിസ് ടോൺ വേരിയിങ് വിത്ത് സർക്കാസം. അയാളുടെ ഓരോ ടോണിലും ഇങ്ങനെ സർക്കാസം, ഒരു പുച്ഛം, പരിഹാസം ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ കാസ്റ്റിംഗ് ഡൗട്ട് ഓൺ ബ്രൂട്ടസ് ഓണർ, ബ്രൂട്ടസിന്റെ ആ ഒരു ബഹുമതിയിൽ ബ്രൂട്ടസിനെ ഇങ്ങനെ, ബ്രൂട്ടസ് വളരെ മാന്യനാണെന്ന് പറയുമ്പോഴും അതിൻ്റെ ഉള്ളിൽ ബ്രൂട്ടസിന്റെ ഒരു സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ദെൻ ഹി റിപ്പീറ്റ്സ് ദ വേർഡ് ആംബിഷ്യസ് ടു ചലഞ്ച് ദ ബ്രൂട്ടസ് ക്രൈംസ്. ബ്രൂട്ടസ് ആദ്യം തന്നെ പറഞ്ഞത് സീസർ ഭയങ്കര ആംബിഷ്യസ് ആണ്, പക്ഷെ പതിയെ സീസർ അല്ല ആംബിഷ്യസ്, ബ്രൂട്ടസ് ആണ് ആംബിഷ്യസ് എന്ന് ആര് വരുത്തി തീർക്കുന്നുണ്ട്? നമ്മുടെ മാർക്ക് ആന്റണി വരുത്തി തീർക്കുന്നുണ്ട്. സീസറിന്റെ ചില എക്സാമ്പിൾസ്, സീസറിനെ ഒരു ലൂപ്പർകോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഉത്സവത്തിന്റെ സമയത്ത് നമ്മുടെ മാർക്ക് ആന്റണി സീസറിന്റെ തലയിലേക്ക് 3 തവണ റോമാ സാമ്രാജ്യത്തിന്റെ കിരീടം അണിയിച്ചു കൊടുത്തപ്പോഴും 3 തവണയും സീസർ അത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ജനങ്ങളോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ മാർക്ക് ആന്റണി, എന്തിനാ ഇങ്ങനെ കിരീടം വേണ്ടാന്ന് വെച്ച സീസറാണോ ആംബിഷ്യസ്? അതേപോലെ തന്നെ ഈ റോമാ സാമ്രാജ്യത്തിന് വേണ്ടി ഒരുപാട് യുദ്ധങ്ങൾ നടത്തി, ഒരുപാട് യുദ്ധ തടവുകാരെ നമ്മുടെ റോമാ സാമ്രാജ്യത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ വിട്ടയക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് റാൻസം, മോചനദ്രവ്യങ്ങൾ ആവശ്യപ്പെട്ട അങ്ങനെ യുദ്ധത്തിലൂടെ ഒരുപാട് വരുമാനം നമ്മുടെ റോമാ സാമ്രാജ്യത്തിലേക്ക് കൊണ്ടുവന്ന ഈ സീസറാണോ നിങ്ങൾ പറയുന്ന രാജ്യദ്രോഹി? അപ്പൊ റോമാ സാമ്രാജ്യം ഇന്ന് ഇത്രയും സമ്പത്ത് നേടിയത് തന്നെ സീസറിന്റെ കഴിവ് കൊണ്ടാണ്. എന്നിട്ടും സീസർ ആ ഒരു ഭരണാധികാരം അല്ലെങ്കിൽ രാജാധികാരമോ രാജകിരീടമോ ആഗ്രഹിച്ചിട്ടില്ല. എന്നിട്ട് ആ സീസറിന് വേണ്ടി ഒന്ന് പൊട്ടിക്കരയാൻ പോലും നിങ്ങൾക്ക് പറ്റുന്നില്ലേ എന്നൊക്കെ മാർക്ക് ആന്റണി ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആളുകളുടെ ഹൃദയം ഇങ്ങനെ എന്ത് ചെയ്യാണ്, വിങ്ങിപ്പൊട്ടുന്ന രീതിയിൽ ആളുകളെ ഇങ്ങനെ മാറ്റിയെടുക്കാൻ നമ്മുടെ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? നമ്മുടെ എന്താ പറയാ, മാർക്ക് ആന്റണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രൂട്ടസിന്റെ ചെറ്റത്തരം പുറത്തു കൊണ്ടുവരാനും. സോ നോക്ക്, രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ ഏകദേശം ആ കവിതയുടെ അല്ലെങ്കിൽ ആ ഒരു സ്പീച്ചിന്റെ ഔട്ട്ലൈൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ദെൻ മൂന്നാമത്തെ പാരഗ്രാഫിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ആ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയട്രി ഡിവൈസുകൾ ഓരോന്നായിട്ട് അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ എന്ത് ചെയ്യാറൊക്കെ അപ്രിസിയേഷൻ തയ്യാറാക്കല്ലേ. ഒരു 4 മാർക്കിന് 5 മാർക്കിനാണ് ചോദിക്കുക, ഇത്ര എഴുതിയാൽ മതി കേട്ടോ. ദെൻ മാർക്ക് ആന്റണി ഓൾസോ യൂസസ് സം സോർട്ട് ഓഫ് പോയട്രി ഡിവൈസസ് ലൈക്ക് അലിട്രേഷൻസ്, മെറ്റഫേഴ്സ്, പിന്നെ ഹൈപ്പർബോൾ, ദെൻ ടു മേക്ക് സ്പീച്ച് മോർ അട്രാക്റ്റീവ് ആൻഡ് പോയറ്റിക്. തന്റെ കവിത അല്ലെങ്കിൽ തന്റെ സ്പീച്ച് കൂടുതൽ പോയറ്റിക് ശൈലിയിലേക്കും അതുപോലെ തന്നെ അട്രാക്റ്റീവുമാക്കാൻ വേണ്ടി ഒരുപാട് അലിട്രേഷൻസും മെറ്റഫോറും ഹൈപ്പർബോൾസ് ഒക്കെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ദിസ് ബ്രൂട്ടിഷ് ബീസ്റ്റ് ഈസ് എ മെറ്റഫോർ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ ക്രൂവൽ ബ്രൂട്ടസ് ആൻഡ് അതർ കോൺസ്പിറേറ്റേഴ്സ്. അതായത് ഈ ബ്രൂട്ടിഷ് ബീസ്റ്റ്, അതായത് ദുഷ്ടന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ചതിയന്മാരായിട്ടുള്ള മൃഗങ്ങൾ എന്നുള്ളത് ഒരു മെറ്റഫോറാണ്.
ഇവിടെ ആ മെറ്റഫർ ഉപയോഗിച്ചിരിക്കുന്ന ആർക്ക് പകരം ബ്രൂട്ടസിനെയും അതേപോലെ മറ്റ് ഗൂഢാലോചനക്കാരെയും ഉപയോഗിക്കുന്നതിന് പകരമായിട്ടാണ് എന്ത് ബ്രൂട്ടിഷ് ബീസ്റ്റ് എന്നൊരു പദം അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു മെറ്റഫറിന് എക്സാമ്പിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഫെയ്ത്ത്ഫുൾ, ഈ രണ്ടിലും കണ്ടോ ഫ ഫ എന്ന് ഇത് ഫസ്റ്റ് അല്ല ഫ എന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടോ, ഇത് നമുക്ക് എന്താണ് അലിട്രേഷൻ എക്സാമ്പിൾ ആണ്. അതേപോലെ തന്നെ സ്റ്റേണർ സ്റ്റഫ്, ഇവിടെ സാസ കണ്ടോ, സാസ റിപ്പീറ്റ് ചെയ്ത് കണ്ടില്ലേ. പിന്നെ ഇവിടെ തന്നെ നമുക്കറിയാം ഇതും അതേപോലെ തന്നെ ഒരു എന്താണ് ഒരു അലിട്രേഷൻ അല്ലേ, ബാബ. Then okay, makes alliteration. Then the application of hyperbole. Hyperbole എന്ന് പറഞ്ഞാൽ ഒരു സംഭവത്തെ, ഒരു സാധാരണ സംഭവത്തെ പെരുപ്പിച്ച് വലിയതാക്കിയിട്ട് കാണിക്കുന്നതിനെ, എക്സാഗ്രേറ്റ് ചെയ്ത് കാണിക്കുന്നതിനാണ് നമ്മൾ ഹൈപ്പർബോളി എന്ന് പറയാം. സോ നോക്കി ഇവിടെ when that the poor have cried Caesar hath wept. പാവപ്പെട്ടവർ കരഞ്ഞപ്പോൾ സീസറും കരഞ്ഞിരുന്നു, സീസർ കണ്ണീരൊളിച്ചിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ശരിക്കും സീസർ കരഞ്ഞു എന്നല്ല ഉദ്ദേശിച്ചത്, അതായത് പാവപ്പെട്ടവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടവനാണ് സീസർ എന്ന് കാണിക്കുന്നതിനാണ്. അപ്പോൾ പാവങ്ങൾ സാധാരണക്കാരായ മനുഷ്യർ കരഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി കരഞ്ഞവനാണ് സീസർ എന്നൊക്കെ പറഞ്ഞിട്ട് സീസറിനെ ഭയങ്കര എക്സാജറേറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതൊരു ഹൈപ്പർബോളിക് എക്സാമ്പിൾ ആണ്. മേക്സ് ദ പീപ്പിൾ അവെയർ ഓഫ് ദ കൈൻഡ്നസ് ഓഫ് സീസർ. എന്തിനാ അദ്ദേഹം അങ്ങനെ ഉപയോഗിച്ചത്? സീസർ അത്രത്തോളം ദയാലുവാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ദെൻ ഇൻ ഷോർട്ട്, ചുരുക്കത്തിൽ ദ സ്പീച്ച് ഈസ് എ ടെസ്റ്റിമോണിയൽ ഓഫ് മാർക്ക് ആന്റണീസ് ഒറേറ്ററി സ്കിൽ. അപ്പൊ മാർക്ക് ആന്റണിയുടെ ആ പ്രസംഗ പാടവത്തിന്റെ ഒരു ടെസ്റ്റിമോണിയൽ, ഒരു തെളിവാണ് ഈ ഒരു സ്പീച്ച്. അതേപോലെ ഇന്റലിജൻസിന്റെയും ഇമോഷണൽ ഇൻസൈറ്റിന്റെയും പൊളിറ്റിക്കൽ കണ്ടിന്യൂസിന്റെയും മാർക്ക് ആന്റണിയുടെ കഴിവ് മൊത്തം രാഷ്ട്രീയപരമായിട്ടും ഇന്റലക്ച്വൽ ആയിട്ടും ഒക്കെ അദ്ദേഹത്തിന്റെ കഴിവ് വെളിപ്പെടുത്തുന്ന ഒരു ഘടകമാണ് ഈ ഒരു സ്പീച്ച് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ എന്തായാലും പഠിക്കണം. ഇനി ഈ ചാപ്റ്റർ തന്നെ മാർക്ക് ആന്റണിയുടെ ഒരു ക്യാരക്ടർ സ്കെച്ചിനൊക്കെ ചാൻസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ വേറെ വീഡിയോയിലൂടെ പഠിക്കാം. അപ്പം മക്കളെ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, പഠിക്കുക. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.